ഏട്ടാ ഇതാ. നിങ്ങൾ എന്താ നിങ്ങൾ റോഡിൽ വീണ് കിടക്കുമായിരുന്നു, അറിയോ? മോളെ ഗൗരി, കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ. ആ ശരി ഏട്ടാ. ഏട്ടാ ലക്ഷ്മി, അച്ഛനെ പിടിച്ചു. അച്ഛ, നല്ല വിശപ്പ് കാണും, കഴിച്ചു. ഭക്ഷണം ഊട്ടി തന്നപ്പോ അത് തട്ടി എറിയുന്നോ? എന്നെ ആരും കഴിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ബോധത്തോടെയാണ് ഇരിക്കുന്നത്, ജീവനോടെ തന്നെ ഇരിക്കുന്നു. ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ലടാ. എനിക്ക് നല്ല വ്യക്തതയുണ്ട്. എപ്പോ ഞാൻ എന്ത് ചെയ്യണമോ അപ്പൊ തന്നെ ഞാനത് ചെയ്തിരിക്കും. അച്ഛൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അച്ഛന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യണം, അച്ഛനെ നല്ലതുപോലെ നോക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം കാണും. അച്ഛൻ ഏത് അവസ്ഥയിലാണ് ഈ വീട്ടിലോട്ട് വന്ന് കയറിയെന്ന് അച്ഛൻ അറിയോ? അച്ഛനൊന്ന് നോക്ക്, അവരെത്രമാത്രം വിഷമിക്കുന്നു. എനിക്ക് വേണ്ടി ആരും വിഷമിക്കണ്ട. അച്ഛാ, നിങ്ങളൊരു കൊച്ചു കുട്ടിയെ പോലെ നോക്കണമെന്ന് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനെന്താ ഞങ്ങളുടെ ഈ സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ? അമ്മ ഇല്ല, ഒരച്ഛനുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരച്ഛന്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി അവരെത്രമാത്രം കൊതിക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നാളെ നിങ്ങളുടെ മൂത്ത മകൾ ലക്ഷ്മിയുടെ നിശ്ചയമാണ്. അതിനുവേണ്ടി നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരച്ഛൻ്റെ സ്ഥാനത്തിരുന്ന് ആ മര്യാദ മാത്രം കാണിച്ചാൽ മതി. അച്ഛൻ്റെ മകൾ ലക്ഷ്മിയുടെ നിശ്ചയമാണെന്നുള്ള ഗൗരവം മാത്രം മുഖത്ത് കാണിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്ന് മനസ്സിലാക്കച്ച. കല്യാണ നിശ്ചയം കല്യാണ നിശ്ചയം നടക്കണം. നടത്തിക്കോ, നടത്തിക്കോ. കല്യാണ നിശ്ചയം നടത്തണം, നടത്തിക്കോ. എനിക്ക് ഇതൊന്ന് കഴിച്ചിട്ട് കിടക്ക്. എനിക്കച്ചാ ഇത്രയും കുടിച്ചിട്ട് വന്ന ആള് എങ്ങനെ ഭക്ഷണം കഴിക്കാനാ? വിട്ടേക്കേട്ടാ. രാത്രി എണീറ്റ് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കഴിപ്പിച്ചോളാം. ഗൗതം, എന്താടാ മിണ്ടാതെ സ്തംഭിച്ച് നിൽക്കുന്നത്? നിശ്ചയം നടക്കാൻ പോകുന്നത്. കല്യാണം കഴിഞ്ഞ് നിന്റെ അനിയത്തി വീട് വിട്ട് പോകുന്നുള്ള വിഷമോ നിനക്ക്? ഇല്ലമ്മായി, എൻ്റെ മനസ്സിലെ സന്തോഷം തന്നെ. 4 സഹോദരിമാരെയും പൊന്നുപോലെ വളർത്തി ഒരു കുറവും വരാതെ അവരെ നല്ല കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ച് അയക്കുമെന്നും എൻ്റെ മഹാദേവന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അത് സത്യമാവുന്നതിനുള്ള നല്ല മുഹൂർത്തമാണ് ഇപ്പോൾ.
നീ വിചാരിക്കുന്ന പോലൊക്കെ നടക്കൂടാ. നിന്റെ അധ്വാനമായി ഇതിനെല്ലാം പിന്നിൽ. നമസ്കാരം. നമസ്കാരം. അലങ്കാരങ്ങളൊക്കെ നന്നായിട്ടുണ്ട് മോനെ. എല്ലാം നന്നായിട്ടുണ്ട് മോനെ. തട്ടം കൈമാറുമ്പോഴേ ആര് വാങ്ങിക്കും എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഒരേ കൺഫ്യൂഷനിലാണ്. എന്താന്ന് വെച്ചാ നിങ്ങളുടെ അച്ഛൻ മദ്യപിച്ചിട്ട് വരാൻ പാടില്ലെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അമ്മേ, അങ്ങനൊന്നും പറയാതെ. ഉള്ള കാര്യം നേരിട്ടങ്ങ് പറയേണ്ടതല്ലേ, ഒന്നും നമ്മൾ ഒളിക്കാൻ പാടില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ അമ്മ എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തില. അത് നല്ലത് തന്നെയാ. സന്തോഷേ ഉള്ളൂ. ഒരു കോടി മംഗളം വരമരുളി മകരന്ത ബിന്ദുവായി പ്രിയ നിമിഷം ഒരു 100 പൊൻതിരി കണിവിളക്കായി ഒരു സൂര്യമാനസം കളമെഴുതി ഒരു സ്നേഹസാഗരം തിരയിളകി മധുരോ. ഏട്ടാ, അച്ഛന് കസവുമുണ്ട് വാങ്ങാന്ന് പറഞ്ഞപ്പോ ഇടുവെന്ന് ഏട്ടന് സംശയമായിരുന്നില്ലേ? പക്ഷെ ഞങ്ങൾ എല്ലാവരും അച്ഛനെ നിർബന്ധിച്ച് കസവുമുണ്ട് ഉടുപ്പിച്ചു. എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ? അച്ഛനെ ഈ പുതിയ വസ്ത്രം ധരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എടാ, എന്റെ മൂത്തമ്മകളുടെ കല്യാണ നിശ്ചയമാണ്. ഞാൻ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ നിന്റെ അഭിമാനം എന്താവും അറിയോ? അതാ തെറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിച്ചത്. നോക്കേട്ടാ, ഈ ഒരു ദിവസം മാത്രം കുടിക്കാതിരുന്നാ മതി. നാളെ മുതൽ നിങ്ങളോട് ആരും ചോദിക്കില്ല. നാളെ മുതലല്ല, ലക്ഷ്മി മോളുടെ കല്യാണം കഴിയുന്നത് വരെ ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല. സത്യം. പിന്നെന്താ? അതെ, തട്ടം വാങ്ങാൻ പോകുന്നത് ലക്ഷ്മിയുടെ അച്ഛൻ തന്നെയാ. നല്ല കാര്യം മോനെ. നിശ്ചയം നടക്കാൻ പോവാ. എന്നാ നിങ്ങൾ തരാന്ന് പറഞ്ഞ പണം തട്ടം മാറ്റുന്നതിന് മുൻപ് തന്ന വളരെ ഉപകാരമായിരുന്നു. അത് പിന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെന്താ, ഞാൻ തന്നേക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. പിന്നെ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലേ? ആ, എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ശരി. പൂജാരി എത്തിയല്ലോ. പെൺകുട്ടിയെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളും ആരംഭിക്കാമല്ലോ. ഏയ്, പെട്ടെന്ന് പോയി അവളെ റെഡിയാക്ക. ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക ആന്റി. ഇനി വിളിച്ചോണ്ട് വന്നാ മതി. വന്നാട്ടെ, അകത്ത് വന്നിരിക്കാം. നീ എന്തിനാ ഇവിടെ വന്ന്? ഞാനില്ലാതെ നിശ്ചയം ഇവിടെ നടക്കും തോന്നുന്നുണ്ടോ? നീ എന്നെ നുള്ളു അല്ലേ? എന്നാലേ കാണിച്ചു തരാം. എന്താ ചേട്ടാ ഇതൊക്കെ? പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് ഹീറോ പോലെ ഇരിക്കുന്നതുകൊണ്ടാ ഞാൻ നുള്ളിയത്. അപ്പൊ ചേട്ടൻ എന്തിനാ എന്നെ നുള്ളിയത്? അതുപോട്ടെ, എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഞാൻ നുള്ളിയപ്പോ ചേട്ടൻ ദേഷ്യം വന്നു. പക്ഷേ ചേട്ടൻ നുള്ളിയപ്പോ എനിക്ക് നാണം വന്നു. അതെ, ഒന്നുകൂടെ ഒന്ന് നുള്ളുവോ നോക്കാം. നീ ഇപ്പൊ പോകുന്നുണ്ടോ? കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ
ചേട്ടാ ചേട്ടാ ഇങ്ങനെ മിണ്ടാതെ പോയാൽ എങ്ങനെയാ? ഇവിടെയല്ലേ ലക്ഷ്മി പണം വെച്ചു എന്ന് പറഞ്ഞത്? പക്ഷെ ആ ബാഗ് കാണുന്നില്ലല്ലോ. ഇതിപ്പോ ആരാ എടുത്തത്? ഗൗതം, അവിടെ ചടങ്ങ് നടക്കുകയാണല്ലോ, നീ ഇവിടെ എന്ത് ചെയ്യാ? അമ്മാവ, ഇവിടെ വെച്ച പണം കാണുന്നില്ല. ഏത് പണമാടാ? ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ പണം. എന്താ ഏട്ടാ? പണം കാണാനില്ലെന്ന്. ആ, എന്താ ഗൗതം ഇത്? പണം കാണുന്നില്ലെന്നോ? നല്ലവണ്ണം നോക്കി അമ്മായി. ലക്ഷ്മിയോട് ഞാൻ ഇവിടെ വെക്കാൻ തന്നെയാ പറഞ്ഞത്. എവിടെ വെച്ചോ എന്തോ? നീ കറക്റ്റായിട്ട് ചോദിച്ചോ? ഇല്ല അമ്മാവ, ഇവിടെ അല്ലാതെ വേറൊരിടത്തും വെക്കില്ല. ചില്ലറ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുക്കളയിലാണ് വെക്കാറ്. അത് അച്ഛൻ വന്ന് കുടിക്കാനായിട്ട് എടുത്തിട്ട് പോവുകയും ചെയ്യും. നല്ലവനായി മാറിയെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും എടുത്തത്. അവനെ ഇന്ന് ഞാൻ നിക്കേട്ടാ, മര്യാദക്കാരനായി മാറിയതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ സംശയിക്കേണ്ട കാര്യം എന്താ? കുടിക്കുന്ന ആളാ, എടുത്തെങ്കിൽ ഇവിടെ നിൽക്കോ? നല്ല ഒന്നാന്തരം കുടിയനവൻ, അവൻ തന്നെ എടുത്തു കാണും. ഈ പണം അച്ഛൻ എടുത്തു എനിക്ക് തോന്നുന്നില്ല. 100 200 കണ്ടാൽ എടുക്കുമെന്നല്ലാതെ ഇത്രയും വലിയൊരു പണം അച്ഛൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ എടുക്കില്ല. എന്തുപറ്റി? എന്താ കാര്യം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? നമ്മുടെ പണം കളവ് പോയിരിക്കുന്നു ലക്ഷ്മി. നീ മൈക്ക് കെട്ടി വിളിച്ചു പോകും. ആരെങ്കിലും മോഷ്ടിച്ചതാണോ? അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ ഞാനില്ലാത്ത സമയത്തും ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവുന്നതല്ലേ? ആര് വന്നാലും ഇവരറിയേണ്ടതുമല്ലേ? പക്ഷെ പണം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ചേട്ടാ, ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ല. പുറത്ത് നിശ്ചയത്തിനുള്ള സമയമായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്, വേഗം തന്നെ ദേവരാജേട്ടനെ കണ്ടിട്ട് കാര്യം പറയൂ. ദേവരാജേട്ടൻ എന്തെങ്കിലും സഹായം ചെയ്യൂ. നീ വാടാ. എവിടേക്കാ അമ്മാവ? വന്നേ, ഞാൻ പറയാം. ആരാ പണം എടുത്തതെന്ന് നമുക്കിപ്പോ തെളിയിക്കാം. എന്റെ കൂടെ വാ. എന്താ മോനെ, നീ ഇത്ര നേരമായിട്ടും കഴിച്ചില്ലല്ലോ? എന്ത് സംഭവിച്ചിട്ടാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നേ? കഴിക്കാൻ തോന്നുന്നില്ലമ്മേ. അമ്മയുടെ കൊച്ചുമോൻ എന്താ പറഞ്ഞേ? നിങ്ങൾ ധൃതി പിടിക്കേണ്ട കാര്യമില്ല, ഗൗതമൻ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞോ ഇല്ലയോ? എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞതുപോലെ ചെയ്തോ? അച്ഛാ, നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പ് നല്ല പോലെ ഒന്ന് ആലോചിക്കണം. അതിനുള്ളിൽ അവന്റെ അനിയത്തി ലക്ഷ്മിയുടെ വിവാഹ നിശ്ചയം കഴിയും. അവൻ എന്നെ വെല്ലുവിളിച്ചിട്ട് 6 മാസം പോലും ആയില്ല. 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവന്റെ സഹോദരിയുടെ കല്യാണം നടത്തിയാൽ എന്റെ അഭിമാനം എങ്ങനെയുണ്ടാവും? നീ പറയൂ ഗീതകുമാരി. ഞാനെന്താ പറയേണ്ടത് അമ്മായി? നിന്റെ ചേട്ടന്റെ മകൻ ഗൗതമിനെ കുറിച്ച് നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ ജയിച്ചെന്ന് കരുതി മനസ്സിന്റെ ഉള്ളിൽ നീ സന്തോഷിക്കുകയായിരിക്കുമല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മായി. ദേവൻ എന്ത് ചെയ്താൽ അത് നല്ലതിനായിരിക്കും എന്നാ വിചാരിക്കുന്നേ. ചെയ്യൂ അമ്മേ, നമ്മൾ കാണാനല്ലേ പോകുന്നേ. മുത്തശ്ശി, സ്വന്തത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ നല്ല കുഞ്ഞുങ്ങൾ ജനിക്കില്ലെന്ന് പറയുന്നത് ശരിയാണോ? എന്താടാ, ഗീതാകുമാരിയുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, വെറുതെ ചോദിച്ചതാ. ദേവാ, നീ എന്ത് വേണമെങ്കിലും ചെയ്യ. നീ എന്താ ചെയ്തതെന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ ആ ഗൗതമിന്റെ കുടുംബത്തിന് നല്ലത് മാത്രം ചെയ്യരുത്.
പുറത്താരോ വന്നതുപോലെ ഉണ്ടല്ലോ. ദേവാ, നീ പറഞ്ഞതുപോലെ ഗൗതം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. പറഞ്ഞോളൂ സാർ. ഗൗതം അവന്റെ സഹോദരിമാരെ കുറേയും കാണും. പതുക്കെ പോയി അലമാര കണ്ടുപിടിച്ച് അതിലുള്ള പണമെല്ലാം എടുത്തോണ്ട് വാ. ശബ്ദം ഉണ്ടാക്കാതെ പോ. ശരി സാർ. ആർക്കും സംശയം തോന്നരുത്. ചെല പോയിട്ട് വരാം സാർ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാൻ പണിയെടുക്കേണ്ട അവസ്ഥയാ. കള്ളന്മാരെ പിടിക്കേണ്ട പോലീസ് തന്നെ കള്ളത്തരം കാണിക്കാൻ ശ്രമിച്ച ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതാ സാർ. ഒരു മിനിറ്റ് നിൽക്കേ. ഇത് വെച്ചോ. അത് സാരമില്ല സാർ. ഡാ, ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് മാറ്റി വെച്ചിരിക്കുന്ന കാശ് മോഷ്ടിച്ചാ കുറച്ചെങ്കിലും പങ്കുവയ്ക്കണമെന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിലേ പാപം കിട്ടുമെന്നാ ചൊല്ല്. എന്നാ പിടിക്ക്. ഓക്കോ. എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഗൗതം എന്തിനാ വന്നത്? അമ്മ ധൃതി പിടിക്കാതെ. എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതായിരിക്കും. വീടിനകത്ത് കയറണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരിക്കും. അതിന് മാത്രം എന്ത് ബുദ്ധിമുട്ടായിരിക്കും പാവം. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്താ, അതിന് കാരണം ഇവനായിരിക്കും. എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞാൽ ആരാ? വാച്ച, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഗൗതമിനെ പോയി കണ്ടിട്ട് വരാം. അവൻ പുറത്ത് തന്നെ നിൽക്കുകയല്ലേ. മോനെ ഗൗതം, നമ്മുടെ സമയം ഇപ്പോൾ ശരിയല്ല. നീ കുറച്ച് ക്ഷമ കാണിക്കണേ. അവരുടെ ഭാഗത്ത് മര്യാദ ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നത് പ്രതീക്ഷിക്കാമാവാ. ഗൗതം, അതൊക്കെ കള. അവിടെ നിന്റെ അനിയത്തിയുടെ നിശ്ചയം നടക്കുക. നിന്റെ അനിയത്തിയെപ്പറ്റി ചിന്തിക്ക്. മനസ്സിലായോ? ശരി അമ്മാവ. കറി നന്നായിട്ടുണ്ടെന്ന് നേരത്തെ പറയാമായിരുന്നല്ലോ. അപ്പൊ തന്നെ ആഹാരം കഴിക്കില്ലേ? സമാധാനത്തിൽ കഴിക്കും മോനെ. പുറത്ത് ഗൗതമും സേതുവും കാത്തു നിൽക്കുകയാണ് അമ്മായി. അവൻ കഴിക്കട്ടെ. കഴിക്കുന്നതിനിടയിൽ പോകണമെന്നാണ് പറയുന്നത്. അവരുടെ ആവശ്യം ഇവിടെ നിൽക്കട്ടെ. നീ കഴിക്കും മോനെ. നമ്മൾ വന്നത് അവരറിഞ്ഞില്ലേ? ഇതുവരെ കാണുന്നില്ലല്ലോ. എന്ന് വെച്ച് തിരികെ പോകാൻ പറയല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. സർ, എന്താ സേതു സാറേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതെ സാർ, ഗൗതമിൻ്റെ വീട്ടിൽ അവൻ്റെ അനിയത്തിയുടെ നിശ്ചയം നടക്കുക. കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിക്കൊണ്ടുവന്ന പണം അവിടെ ഇപ്പോൾ കാണാനില്ല. എന്താ, പണം കാണാതെ പോയെന്നോ? യു മീൻ? കളവ് നടന്നിരിക്കുക സാർ. ആരാ അത് എടുത്തതെന്നൊന്നും അറിയില്ല സാർ. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യല്ലോ. തീർച്ചയായും കള്ളനാരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. മോനെ ദേവാ, ഇങ്ങനെ കേസെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാ വീട്ടിൽ നടക്കുന്ന നിശ്ചയ ചടങ്ങ് എങ്ങനെ പൂർത്തിയാകാനാടാ?
ഓ ശരിയാണല്ലോ മുത്തശ്ശി. പാവം, ലക്ഷ്മിയുടെ കല്യാണ നിശ്ചയം പറയും പോലെ ഇന്നാണല്ലോ. ദിവസം നല്ലതായിരിക്കാം, പക്ഷെ മനുഷ്യരെല്ലാവരും നല്ലതായിരിക്കണമെന്നില്ലല്ലോ. എല്ലാവരെയും വിശ്വസിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂ.